ഇനി എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്? ഇവിടെ സ്കാനർ ഉണ്ട്. ഈ സ്കാനറിൽ നേരെ പോയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ ഗൂഗിൾ പേയിലോ 1000 രൂപ ഈ അക്കൗണ്ടിലേക്കോ നിങ്ങൾ അയച്ചു കൊടുക്കാം. അയച്ചു കൊടുത്തിട്ട് ഈസി പേ എന്ന് പറയുന്ന ഈ ഒരു UPI ആപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ICICI ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് മാത്രമായിട്ടുള്ളതാണ്. അല്ലാത്ത വേറെ ആൾക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഒരു ഈസി പേയുടെ QR കോഡ് വെച്ച് ഇവർ ചെയ്തിട്ടുള്ള ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെന്റ് എന്ന വ്യാജേന ഇവർ പുറത്തുവിട്ടുള്ള സമ്മറിയിൽ എവിടെയെങ്കിലും ICICI ബാങ്കിൽ ഇത്ര പൈസ കിട്ടി എന്നുള്ളത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? യാസർ അടുപ്പാളുടെ ചോദ്യത്തിന് വളരെ വിചിത്രമായിട്ടൊരു മറുപടി ഖാദർ കരിപ്പൊടി കൊടുത്ത കമന്റ് കണ്ടതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം. ഖാദർ കൊടുത്ത കമന്റ് വായിക്കണം. എടാ മണ്ടപ്പ, അവൻ്റെ അടുത്ത കണ്ടുപിടുത്തം കൂടുതൽ ഇമോജി. അതല്ലേ ഞാൻ എൻ്റെ ലൈവ് വീഡിയോയിൽ പറഞ്ഞത് 99.99% ഫണ്ട് വന്നത് SBI കാനറ അക്കൗണ്ടുകളിലാണെന്ന്. അതായത് ഈ അക്കൗണ്ട് അന്ന് തന്നെ ബ്ലോക്ക് ആവുകയും പകരം വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കളി വാട്സാപ്പിലൂടെ SBI കാനറ സ്കാനറുകൾ നൽകുകയുമാണ് ചെയ്തത്. ഖാദർ ഈ പറയുന്ന മറുപടി എപ്പോഴാണ്? അതായത് നമ്മൾ ഈ നെറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വിവാദമാക്കിയതിന് ശേഷം ലൈവിൽ ഇവൻ കാണിച്ച സ്റ്റേറ്റ്മെൻറ്റിൽ കാനറയുടെ ഒരു അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സമ്മറിയാണ്. SBIയുടെ 2 അക്കൗണ്ട് ഡീറ്റെയിൽസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ആദ്യം ചെയ്ത വീഡിയോയിൽ ICICI ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചോ അതിൽ വന്ന ഫണ്ടിൻ്റെ കണക്കുകളെ കുറിച്ചോ ഒരു അപ്ഡേറ്റും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് ഈ ചോദ്യത്തിൻ്റെ സാരം. അപ്പോൾ അതിനാണ് ഇവൻ പറയുന്നത് അന്ന് തന്നെ ആ അക്കൗണ്ട് ബ്ലോക്കായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൊയ്നുക്കാർ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഖാദർ കരിപ്പൊടിയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഏകദേശം 16,80,000 പേര് കണ്ടിട്ടുണ്ട്. ഈ 16,80,000 പേര് കണ്ട വലിയ ഹൈപ്പോട് കൂടി പുറത്തുവിട്ട ഈ ഒരു വീഡിയോയിൽ കൊടുത്ത അക്കൗണ്ട് നമ്പർ ബ്ലോക്കായി എന്ന് യാസർ എടപ്പാൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതുവരെ നെറുക്കെടുപ്പ് നടക്കുന്നതിൻ്റെ കാലയളവിലോ നെറുക്കെടുപ്പ് നടന്നിട്ട് നെറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംശയം ഞാനും യാസറിനെ പോലുള്ള ആൾക്കാർ ചോദ്യം ചെയ്ത് മുന്നോട്ട് വരുന്ന സമയം വരെ പുറത്തു വിട്ടിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു വീഡിയോ യാസർ എടപ്പാൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ മാത്രമാണ് അന്ന് തന്നെ ഈ അക്കൗണ്ട് ബ്ലോക്കായി എന്ന് ഖാദർ അവകാശപ്പെടുന്നത്. ഇത്രയും കാലം ഇവിടെ പോയി. ഇത്രയും കാലം എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല? അപ്പോൾ ആ ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് നിങ്ങൾ നായക്കെ അങ്ങ് മടക്കി പോക്കറ്റ് വെച്ചേക്ക്. അതിന് കൃത്യമായിട്ടുള്ള തെളിവ് കാണിച്ചിടണം. ആ അക്കൗണ്ടിൽ വന്ന ഫണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിടണം. ഇത് തന്നെയാണ് ആവശ്യം.